ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. തീർച്ചയായിട്ടും നിങ്ങൾ വന്നത് തമ്പ് കണ്ടിട്ടാണ്. ഇനി പഠിച്ചാലും A+ കിട്ടുമോ എന്ന ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ നിരന്തരമായിട്ട് നിങ്ങളോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ള ഒരേ ഒരു മറുപടി എന്ന് പറയുന്നത് ഇനി പഠിച്ചില്ലെങ്കിൽ ഒന്നും കിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തോ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് ഇതാ 4 ദിവസം ഗ്യാപ്പ് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പുറമെ ഒരു അര ദിവസം കൂടി കിട്ടിയിട്ടുണ്ട്. ഈ 4.5 ദിവസം നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഉറപ്പിച്ചോ മക്കളെ, എന്നും അറിയാത്ത കുട്ടികൾക്ക് വരെ A+ കിട്ടുന്ന രീതിയിലായിരിക്കും നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്രയും എഫേർട്ട് എടുത്ത് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കൂടെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എൻ്റെ ചോദ്യം അത്ര മാത്രമാണ്. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ എങ്കിൽ ഞങ്ങൾ ഉറപ്പ് തരാം, നിങ്ങൾക്ക് A+ കിട്ടുക തന്നെ ചെയ്യും. മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾക്ക് A+ കിട്ടും. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഈ 6-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 7, 8, 9, 10 4 ദിവസമുണ്ട്. ആ 4 ദിവസവും 24 മണിക്കൂർ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതായത് 88 മണിക്കൂർ അവിടെ കിട്ടി. അതിൻ്റെ പുറമെ ഈ ഒരു 6-ാം തീയതി നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് മുതൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 5-6 മണിക്കൂർ അവിടെയും കിട്ടും. ഏകദേശം 94 മണിക്കൂർ ഇവിടെ ഉണ്ട്. പിന്നെ രാവിലത്തെ ഒരു 3-4 മണിക്കൂർ 5 മണിക്കൂർ അവിടെയും അല്ലേ. അതായത് 11-ാം തീയതി എക്സാം ഹോളിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം അവിടെ എന്തുണ്ട്, ഒരു 100 മണിക്കൂറോളം മൊത്തത്തിൽ അവൈലബിൾ ആണ്. ടോട്ടലി നിങ്ങൾക്ക് ഒരു 100 മണിക്കൂറോളം മൊത്തത്തിൽ അവൈലബിൾ ആണ്. ഈ 100 മണിക്കൂറിൽ മിനിമം എല്ലാ ദിവസവും ഒരു 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം നിങ്ങൾക്ക് ഒരു 6 മണിക്കൂർ വെച്ച് ഉറങ്ങണം, അല്ലെങ്കിൽ ഒരു 7 മണിക്കൂർ വെച്ച് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ 70 മണിക്കൂർ ബാക്കിയുണ്ട്. ഈ 70 മണിക്കൂർ കൃത്യമായി മാനേജ് ചെയ്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പിച്ച് എല്ലാവർക്കും A+ കിട്ടും. ഇനി ഒരു പോസിറ്റീവ് കാര്യം പറയാം. നമ്മുടെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ആകെ 11 ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളൂ. അതിലും ഏറ്റവും ചെറിയതായിട്ട് അല്ലെങ്കിൽ കുറച്ച് പഠിക്കാനുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽപ്പെട്ട ഒരു ചാപ്റ്ററാണ് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകളുടെ ഗണിതം എന്ന് പറയുന്നത്. അതിൽപ്പെട്ടൊരു ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിവിവര കണക്ക് എന്ന് പറയുന്നത്. അതിൽപ്പെട്ടൊരു ചാപ്റ്ററാണ് കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എന്ന് പറയുന്നത്. അതിൽപ്പെട്ട ഒരു ചാപ്റ്ററായിട്ട് വേണമെങ്കിൽ നമുക്ക് ടാൻജൻസ് അഥവാ തൊടുവരെയും ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. മക്കളെ, ഈ 11 എണ്ണത്തിൽ 8 എണ്ണം മാത്രമേ കുറച്ചൊരു നമുക്ക് എന്താക്കേണ്ടതുള്ളൂ, ഒരുപാട് സമയം എടുത്ത് പഠിക്കേണ്ട ഒരു ആവശ്യം വരുന്നുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വെറുതെ കിട്ടൂല മക്കളെ. ഞാൻ ആദ്യം പറഞ്ഞ 3 ചാപ്റ്റേഴ്സ് ഒന്ന് മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നന്നായിട്ട് പഠിക്കുക തന്നെ വേണം. സോ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് ഒരു സബ്ജക്റ്റിന് മിനിമം അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിന് തന്നെ മിനിമം നിങ്ങൾക്ക് 6 മണിക്കൂറോളം കിട്ടും. ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യാൻ ഈ 5 ദിവസത്തിൻ്റെ ഇടയിൽ ഒരു ചാപ്റ്ററിന് മാത്രമായിട്ട് നിങ്ങൾക്ക് 6 മണിക്കൂറോളം കിട്ടും. ഒരു ചാപ്റ്റർ പഠിക്കാൻ 6 മണിക്കൂറൊക്കെ ധാരാളം. ഈ ഒരു 6 മണിക്കൂറോളം നിങ്ങൾ ഒരു ചാപ്റ്ററിന് വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ ചാപ്റ്റർ ഓർഡറിലല്ല നിങ്ങൾ പഠിക്കേണ്ടത്. അങ്ങനെ ഒരു സംഭവമുണ്ട്. കാരണം അങ്ങനെ ചാപ്റ്റർ ഓർഡർ പഠിച്ചാൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ചാപ്റ്റർ ഓർഡറിലല്ല നിങ്ങൾ പഠിക്കേണ്ടത്. മക്കളെ ശ്രദ്ധിക്കുക കേട്ടോ. ചാപ്റ്റർ വൈസ് നിങ്ങൾ റിവൈസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ചാപ്റ്റർ വൈസ് എങ്ങനെ റിവൈസ് ചെയ്യണം എന്നുള്ളൊരു ടൈം ടേബിളും ഞങ്ങൾ കൃത്യമായിട്ട്, എങ്ങനെ നിങ്ങൾ പഠിക്കണം, ഏത് രീതിയിൽ നിങ്ങൾ പഠിക്കണം, ഇന്ന് രാത്രി 7:30 നിങ്ങൾ കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ, എങ്ങനെ മാത്സ് പഠിക്കണം, ഏത് രീതിയിൽ, ഇതിൻ്റെ റിസൾട്ട് എപ്പോഴാണ് നിങ്ങൾ അറിയാമോ? നിങ്ങൾ എക്സാം ഹോളിൽ എഴുതിയതിന് ശേഷം തിരിച്ച് വരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്താണ് ഇത്രയും ദിവസം നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ട് എങ്കിൽ, വെറുതെ തലേന്ന് വന്ന് മാരത്തോൺ കണ്ട കുട്ടിക്ക് ചിലപ്പോൾ എന്താക്കാൻ പറ്റണമെന്നില്ല, A+ കിട്ടണമെന്നില്ല. പക്ഷേ ഞാൻ ഈ പറയുന്ന 4 ദിവസവും നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ്, ഞങ്ങൾ പറയുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുമെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾക്ക് A+ കിട്ടുക തന്നെ ചെയ്യും. നിങ്ങൾ ഏത് ആവറേജോ ബിലോ ആവറേജോ ആവട്ടെ, ഒരു കുഴപ്പമില്ല. ഇനി നിങ്ങൾ ഈ ലോഞ്ചിലേക്ക് വരുന്ന സമയത്ത് കയ്യിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു 30 രൂപക്കോ ഒരു 50 രൂപക്കോ ന്യൂസ് പ്രിൻ്റ് വാങ്ങി വെക്കുക. അതിൻ്റെ കൂടെ പേനയും നിർബന്ധമാണ് മക്കളെ. മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എഴുതി പഠിച്ചാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. അല്ലാതെ പല ആളുകളും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പകുതി വെച്ചപ്പോൾ സ്റ്റെക്ക് ആവുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ മെയിൻ പ്രശ്നം വെച്ചാൽ എഴുതി പഠിക്കുന്നതിൻ്റെ ഒരു കുറവാണ്. അപ്പോൾ നമ്മൾ എന്താക്കുകയാണ്, ഈ 50 രൂപക്ക് അല്ലെങ്കിൽ 100 രൂപേൻ്റെ ന്യൂസ് പ്രിൻറ്റുകൾ എഴുതി തീർക്കാൻ പോവുകയാണ്. പഠിച്ച് എഴുതി തീർക്കാൻ പോവുകയാണ്. മക്കളെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്കൊരു ബെനിഫിറ്റ് പറയാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് 25 മിനിറ്റുള്ള ഒരു വീഡിയോ ഉണ്ട്. ഇത് പഠിച്ചാൽ മാത്സ് ഫുള്ള് പഠിക്കാമെന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് പോയി, നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. ഇപ്പോൾ അടുത്ത് നമ്മുടെ മോഡൽ എക്സാമിന് വേണ്ടി അപ്ലോഡ് ചെയ്തതാണ്. പോയാൽ നിങ്ങൾക്ക് എല്ലാ ഇക്വേഷൻസും കിട്ടും. എല്ലാ ഇക്വേഷൻസും കിട്ടും. ആ ഇക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി പഠിക്കുക. പല ആളുകൾക്കും ബുദ്ധിമുട്ടുള്ള സോളിഡ്സിലേക്ക് ഇക്വേഷൻസ് പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മക്കളെ നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇന്നത്തെ രാത്രിത്തെ 7:30 ലോഞ്ച് വന്നാൽ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് പറഞ്ഞു തരും. ആ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾക്ക് A+ കിട്ടും. നിങ്ങളിൽ വിശ്വസിക്കുക. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ, സൈലം ലേണിംഗ്. ബൈ.